കുഴപ്പമില്ല. ഇതേ അതാ നല്ലത്. ഈ ഒറ്റ വീഡിയോ വളരെ ലെങ്തി ആകുമ്പം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ്, ഇതുപോലത്തെ തന്നെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആർ കൺസിസ്റ്റന്റ് ഓർ ഇൻകൺസിസ്റ്റന്റ്? വിച്ച് ഓഫ് ദി ഇത് 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. ശരിക്കും 3 ചോദ്യമാണ്. Which of the following system of equations are consistent or inconsistent? Option A, two x plus y plus z equal to 1. 3x plus y plus z, 3x plus y plus z equal to 0. x plus y plus z equal to 1. അത് ഒന്നാമത്തെ. രണ്ടാമത്തേത് 2x plus y 2y plus z equal to 2. 3x plus 2y plus 2z equal to 1. x plus y plus z equal to 2. മൂന്നാമത്തേത് 2x plus 2y plus z equal to 1. 3x plus 3y plus 2z equal to 2. x plus y plus z equal to 1. ഇനിയാണ് ഓപ്ഷൻസ് വരുന്നത്. ഓപ്ഷൻസ് എ 1 and 2 are consistent. 1 and 2 are consistent. Option B, 1 and 3 are consistent. 1 and 3 are consistent. Option C, A B എഴുതിയോ? Option C, 1 is consistent and 2 is inconsistent. 1 is consistent and 2 is inconsistent. Option D, 1 is inconsistent, 1 is inconsistent and 3 is consistent. One is inconsistent and 3 is consistent. ആദ്യത്തേത് എങ്ങനെയാണ്? കൺസിസ്റ്റന്റ് ആണോ? എന്താ കാരണം? കാരണം കൂടെ പറ. ആദ്യത്തെ കൺസിസ്റ്റന്റ് ആണെന്നാണോ അല്ലെന്നാണോ പറഞ്ഞത്? അല്ലെങ്കിൽ കാരണം കൂടെ പറയാ. ശരിയാണോന്ന് അറിയണ്ടേ? ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആരോ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? രണ്ടും കൂടെ. ഏത് രണ്ടും കൂടെ? 2 ഉം 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 4x പ്ലസ് 2y. നോക്കട്ടെ ഏതൊക്കെ രണ്ട്? 3 2 3 കൂടെ ആണ് ആഡ് ചെയ്തത്. 2 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കട്ടെ. 4x പ്ലസ് 2y പ്ലസ് 2z ഈക്വൽ ടു 1. അപ്പോൾ 2 ഇൻറ്റു ശരി, കോൺട്രഡിക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ്. അതിനേക്കാൾ എളുപ്പം അതെ, അതിനേക്കാൾ എളുപ്പം സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും?
എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടും ഇല്ലേ? പിന്നെ ഫസ്റ്റിൽ നിന്ന് തേർഡ് ഇക്വേഷൻ കുറച്ചാലോ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. കോൺട്രഡിക്റ്റ് ചെയ്യും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എല്ലാത്തിനും പല മെത്തേഡ് ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ഒന്നെന്ന് എഴുതിയിട്ടെ. സബ്ട്രാക്ടിങ് ദി ഫസ്റ്റ് ഇക്വേഷൻ ഫ്രം ദി സെക്കൻഡ് വി ഗെറ്റ് സബ്ട്രാക്ടിങ് ദി ഫസ്റ്റ് ഇക്വേഷൻ ഫ്രം ദി സെക്കൻഡ്. അത് ചുരുക്കണമെങ്കിൽ 2 - 1 എന്നൊക്കെ എഴുതാണ് കുറച്ചൊരു എളുപ്പമുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടും അല്ലേ? എക്സ് ഈക്വൽ ടു -1. ഇനി സബ്ട്രാക്ടിങ് ദി തേർഡ് ഇക്വേഷൻ ഫ്രം ദി ഫസ്റ്റ് ഇക്വേഷൻ, അപ്പോൾ എന്താ കിട്ടുന്നത്? വി ഗെറ്റ് എക്സ് ഈക്വൽ ടു 0. ബോത്ത് കോൺട്രഡിക്ട്സ് ഈച്ച് അതർ. ബോത്ത് കോൺട്രഡിക്ട്സ് ഈച്ച് അതർ. ഇങ്ങനെ ഈ കോൺട്രഡിക്റ്റ് ചെയ്യുമ്പോഴാണ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ബോത്ത് കോൺട്രഡിക്ട്സ് ഈച്ച് അതർ, സോ ദ ഇക്വേഷൻസ് ആർ ഇൻകൺസിസ്റ്റൻറ്റ്. അല്ലെങ്കിൽ നോ സൊല്യൂഷൻ എന്ന് കിട്ടും. അല്ല, ഇൻകൺസിസ്റ്റൻ്റ് എന്നേ ഉള്ളല്ലോ ചോദ്യത്തിൽ അല്ലേ? സോ ദ ഇക്വേഷൻസ് ആർ ഇൻകൺസിസ്റ്റൻറ്റ്. ഇനി രണ്ടാമത്തേതോ? രണ്ടാമത്തെ എങ്ങനെയാണ് കിട്ടുന്നത്? രണ്ടാമത്തത് ഈ 1ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് എന്താ കിട്ടുന്നത്? 3x + 3y + 2z = 4. അത് നടുക്കത്തെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് അത് തന്നെയാണ്, റൈറ്റ് സൈഡ് 1 ആണ്. കോൺട്രഡിക്റ്റ് ചെയ്യും അല്ലേ? കോൺട്രഡിക്റ്റ് ചെയ്യത്തില്ലേ? നോക്കട്ടെ. 1ഉം 3ഉം കൂടെ ആഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ല, ശരിയാവത്തില്ലേ? അല്ല, ശരി. അല്ല, രണ്ടാമത്തെ ഇക്വേഷൻ 3x + 3y + 2z. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയോ? 3y ആണ് ഞാൻ എഴുതിയ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ കിട്ടുന്നില്ലേ? ഇപ്പൊ കിട്ടുന്നില്ലേ? അപ്പോൾ എഴുതേണ്ടത് ആഡിങ് ദി ഫസ്റ്റ് ആൻഡ് തേർഡ് ഇക്വേഷൻസ് വി ഗെറ്റ് എന്ത് കിട്ടും? തേർഡ് ഇക്വേഷൻസ് വി ഗെറ്റ് 3x + 3y + 2z = 4. ദിസ് കോൺട്രഡിക്ട്സ് ദ സെക്കൻഡ് ഇക്വേഷൻ അല്ലേ? ദിസ് കോൺട്രഡിക്ട്സ് ദി സെക്കൻഡ് ഇക്വേഷൻ. സോ ദ ഇക്വേഷൻസ് ആർ ഇൻകൺസിസ്റ്റൻറ്റ്. ഇനി അടുത്തതോ? മൂന്നാമത്തേത്. ഇപ്പോൾ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. അപ്പോൾ എന്താ കൺക്ലൂഷൻ? ശരിക്കും 2 ഇക്വേഷനേ ഉള്ളൂ നമുക്ക് ഫലത്തിൽ. ഇക്വേഷൻ അൺനോൺസിനേക്കാൾ കുറവാണ് ഇക്വേഷൻ എങ്കിൽ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കാണും. അത് എഴുതണ്ട. മൂന്നാമത്തേന്ന് എഴുതിയിട്ടേ ആഡിങ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് ഇക്വേഷൻസ് വി ഗെറ്റ് ആഡിങ് ദി ഫസ്റ്റ് ആൻഡ് തേർഡ് ഇക്വേഷൻസ് വി ഗെറ്റ് 3x + 3y + 2z = 2, which is the second equation. So the number of അല്ല, അങ്ങനെ എഴുതണ്ട. Thus there are only 2 equations. ഫലത്തിലെ മൂന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടത്തില്ല. Thus there are only 2 equations. So the number of equations is less than number of unknowns. So the equations are consistent and has infinite number of solutions. ഇൻഫിനിറ്റ് എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല, കാരണം കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടുള്ളൂ.
ഇൻഫിനിറ്റ് ആൻഡ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ ഇവിടെ നോക്കട്ടെ ഏതാണ് ആൻസർ എന്ന്. ഒന്നാമത്തെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, രണ്ടാമത്തെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, മൂന്നാമത്തേത് കൺസിസ്റ്റൻ്റ് ആണ്. അത് ഏത് വരുന്നത്? 1 and 2 ആർ കൺസിസ്റ്റൻ്റ് എന്നുള്ളത് തെറ്റാണ്. പിന്നെ 1 and 3 ആർ കൺസിസ്റ്റൻ്റ് എന്നുള്ളത് തെറ്റാണ്. 1 ഈസ് കൺസിസ്റ്റൻ്റ് ആൻഡ് 2 ഈസ് ഇൻകൺസിസ്റ്റൻ്റ്. അതിൽ പകുതിയേ ശരിയാവുള്ളൂ. ലാസ്റ്റാണ് ശരി അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓരോ ചോദ്യത്തിനും ഓരോ രീതിയാണ്. അത് നിങ്ങൾക്ക് അന്നേരം തോന്നുന്ന ബുദ്ധിയാണ്, അല്ലാതെ ഇപ്പോൾ അതിലൊരു നമുക്കൊരു മെതേഡെന്ന് പറഞ്ഞ് പറയാൻ ഒക്കുകയല്ല. അത് അന്നേരം നിങ്ങൾക്ക് തോന്നിയതാണ്, അല്ലെങ്കിൽ എഴുതാൻ, അല്ലെങ്കിൽ മറ്റേ ആദ്യം പഠിച്ച രീതി റാങ്ക് വെച്ചെല്ലാം കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യമായിട്ട് അതും സെറ്റിൻ്റെ ചോദ്യമാണെന്ന് തോന്നുന്നു. കൺസിഡർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. കൺസിഡർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. Uh, 2x plus 3y plus 4z equal to 1. 2x plus 3y plus 4z equal to 1. പിന്നെ 3x plus 2y plus z equal to 2. 3x plus 2y plus z equal to 2. മൂന്നാമത്തെ x plus y plus z equal to 3. Then which of the following is true? Then which of the following is true? Which of the following is true? Option A. The system has a unique solution. System has a unique solution. System has a unique solution. Has a unique solution. Option B. System has exactly 2 solutions. ഈ എക്സാക്ട്ലി 2 ഒരിക്കലും വരത്തില്ല. ഇതിന് 3 കേസേ ഉള്ളൂ. ഒന്നുകിൽ യുണീക്ക്, അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി. അല്ല 2 എന്നും 3 എന്നും ഒരിക്കലും വരത്തില്ല. എല്ലാം പറഞ്ഞ ഞാൻ ഇല്ല, 2ആണോ പറഞ്ഞേ? സിസ്റ്റം ഹാസ് എക്സാക്ട്ലി 2 സൊല്യൂഷൻ. സി, സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ലാസ്റ്റ് ഓപ്ഷൻ, the system has no solution. ഇവിടെ എങ്ങനെയാണ്? ആദ്യത്തേത് രണ്ടാമത്തേതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5x plus 5y plus 5z equal to 3 എന്ന് കിട്ടും. 5 കോമ എടുത്ത് x plus y plus z equal to 3, അല്ലെങ്കിൽ x plus y plus z 3/5. അത് തേർഡ് ഇക്വേഷന് കോൺട്രഡിക്റ്റ് ചെയ്യും. അപ്പം നോ സൊല്യൂഷനാണ്. അങ്ങനെ എഴുതണം. അതായത് ആഡിങ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻസ് വി ഗെറ്റ് അപ്പോൾ എഴുതേണ്ടത് ആഡിങ് ദി ഫസ്റ്റ് ആൻഡ്
second equation, so you get 5x plus 5y plus 5z equal to 3. The 5 common എടുക്കും 5 into x plus y plus z 3. അപ്പോൾ x plus y plus z equal to 3 by 5. This contradicts the third equation. ഏത് equation എന്ന് പറയണം? Third equation. So the equations are inconsistent. അപ്പോൾ നോ സൊല്യൂഷൻ എന്നുള്ളതാണ് ആൻസർ, ഓപ്ഷൻ ഡി അല്ലേ? നമ്പർ ഓഫ് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയുടെയാണ് പറയുന്നത്. നമ്പർ ഓഫ്, നിങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞത് തന്നെയാണ്. നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ഫ്രം Z to Z is option A 2, option B 3, option D 4, option C 4, option D infinite. From Z to Z is അത് നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഇല്ലായിരുന്നല്ലോ, നിങ്ങൾ രണ്ടും ഉണ്ടോ? അത് ഡെഫിനേഷൻ ആദ്യം പറയാം. ജി ഒരു ഗ്രൂപ്പ്, കൂടുതലും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഫൈ ഒരു ഫങ്ഷൻ, ജി ഒരു ഗ്രൂപ്പ്, അതിൻ്റെ ബൈനറി ഓപ്പറേഷൻ ഇപ്പോൾ സ്റ്റാർ ഇതിൻ്റെ ഡോട്ടും ആണെങ്കിൽ, ഇത് ഹോമോമോർഫിസം ആണെങ്കിൽ ഫൈ ഓഫ് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു ഫൈ എക്സ് ഡോട്ട് ഫൈ ജി ഫൈ വൈ എന്നാണ്, ഫോർ എവരി എക്സ് വൈ എലമെൻ്റ് ഓഫ് ജി. ആദ്യം ഏതാ എഴുതിക്കേ, വേണ്ടവർ എഴുതിയാൽ മതി, നിങ്ങൾ ക്ലാസ്സിൽ ഇല്ലാത്തവർ എഴുതണം. അല്ലെ നിങ്ങളും എഴുതിക്കോ, ഒന്ന് എഴുതുന്നതിന് അയക്കേണ്ടതല്ലേ, ആരുടെ അയക്കുന്നതെന്ന് എനിക്കറിയാൻ. let G and G dash, let G be a group, let G be a group with binary operation star, with binary operation star, and G dash be a group with binary operations dot, ഇങ്ങനെ സർക്കിളായിട്ട് ഡോട്ട്. The function phi from G to G star, the function phi from G to G dash is called a homomorphism. Is called a homomorphism if phi of x star y equal to phi x dot phi y for every xy element of G. ഇതിൻ്റെ ആൻസർ ഓർക്കുന്നുണ്ടോ? പഠിപ്പിച്ചതാണ് ഞാൻ. ഇൻഫിനിറ്റി അതേതാണ്? കെ എന്ന് പറഞ്ഞു, കെ എക്സ് എന്നുള്ളതാണ്. കെ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ ഈ രണ്ടു ഇസഡ് ആണല്ലോ ഇവിടെ ഗ്രൂപ്പ്. ഇപ്പോൾ ഇസഡിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അഡീഷൻ ആണല്ലോ ഗ്രൂപ്പ് ഇസഡ് എന്ന് പറയുമ്പോൾ. ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 ആണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി 1 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് അല്ല, എന്നാലും ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ അവിടെ. 5 1 ആകത്തക്ക വിധത്തിലുള്ള ഒരു ഫംഗ്ഷൻ എടുക്കുക. അപ്പോൾ 5x എന്ന് പറയുന്നത് 1 തന്നെ എക്സ് ടൈംസ് ആഡ് ചെയ്യുന്നതല്ലേ. ഇത് ഹോമോമോർഫിസം ആകണമെങ്കിൽ ഇത് കൂടുതൽ ഞാൻ പറഞ്ഞില്ല. ഇവിടെ ജിയുടെ ഓപ്പറേഷൻ എവിടെ എടുക്കേണ്ടത്? ഈ 5 ജി ഡാഷിലായിരിക്കുമല്ലോ, അതിൻ്റെ ഓപ്പറേഷൻ ഡോട്ടാണ്. ഈ രണ്ടും ഒരുപോലെ വരുമ്പോഴാണ് ഹോമോമോർഫിസം ആവുന്നത്. അപ്പോൾ ഇവിടെ ഇസഡ് 2ൻ്റെ അഡീഷൻ അല്ലേ. അതന്നേരം 5 1 പ്ലസ് എക്സെട്ര 5 1 എക്സ് ടൈംസ് എന്ന് കിട്ടും. 5 1 എത്രയാണെന്ന് എടുത്തിരിക്കുന്നത്? കെ അല്ലേ.
കെ എക്സ് ടൈംസ് എഴുതി ആഡ് ചെയ്താൽ കെ എക്സ് അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് ഹോമോമോർഫിസം ആകണമെങ്കിൽ ഇതിപ്പോൾ വണ്ണിന് മാത്രമല്ലേ, എല്ലാ പെയറിനും ശരിയാകണം. അപ്പോൾ ഹോമോമോർഫിസം ആകണമെങ്കിൽ 5x+y = 5x+y ആകണ്ടേ. അപ്പോൾ എന്ത് കിട്ടും? കെ എക്സ് പ്ലസ് കെ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടത്തില്ലേ. അതായത് കെ എക്സ് പ്ലസ് കെ വൈ, ഇത് 5x+y ആണ്. അപ്പോൾ അത് ശരിയാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ഹോമോമോർഫിസം ആയിരിക്കും. കെ ഏത് ഇൻറ്റിജറും ആകാം. ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണം ഇൻഫിനിറ്റ് അല്ലേ, അപ്പോൾ ഇൻഫിനിറ്റ് എന്ന് വരും ഉത്തരം. ഇൻഫിനിറ്റ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ആദ്യം അതിൻ്റെ റീസണിങ്ങും കൂടെ അങ്ങ് എഴുതുകയാണ്. Let phi from Z to Z be a homomorphism such that phi of 1 is equal to k. ഡെഫിനേഷൻ എഴുതിയായിരുന്നു, ഞാൻ എഴുതിയിട്ടുണ്ടല്ലേ. ലെറ്റ് phi from Z to Z, അങ്ങനെയല്ലേ പറഞ്ഞേ, ബി എ ഹോമോമോർഫിസം such that phi of 1 is equal to k. ഇനി if x element of Z, then if x element of Z, then phi of x equals phi of 1 plus 1 etc. 1x times 1x times equal to phi 1 plus phi 1 etc. phi 1x times, since phi is a homomorphism. ഹോമോമോർഫിസം ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ കെ പ്ലസ് കെ പ്ലസ് എക്സെട്ര കെ എക്സ് ടൈംസ് അല്ലെങ്കിൽ കെ എക്സ് എന്ന് വരും. അടുത്ത സെൻറ്റൻസ്, we prove that phi from Z to Z defined by phi x is equal to kx is a homomorphism. Phi x is equal to kx is a homomorphism. ഇവിടെ ഹോമോമോർഫിസം എടുത്തില്ലേ എന്ന് നിങ്ങൾ തോന്നാം, പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. അത് വണ്ണിന് മാത്രമല്ലേ, എല്ലാ പെയറിനും ശരിയാകുമ്പോൾ അല്ലേ ഹോമോമോർഫിസം ആകത്തുള്ളൂ. അതിനാണ് ഇതും കൂടെ ചെയ്യുന്നത്. ഇതൊക്കെ അനാവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നും. ആദ്യം ഹോമോമോർഫിസത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് പറയുന്നത്? അവിടെ വണ്ണിന് മാത്രമല്ലേ എടുത്തിരിക്കുന്നത്, എല്ലാ പെയറിനും ശരിയാകുമ്പോൾ അല്ലേ ഹോമോമോർഫിസം ആകത്തുള്ളൂ. അതിനാണ് എഴുതുന്നത്. അപ്പോൾ phi of x plus y equal to k into x plus y equal to kx plus ky equal to phi x plus y എന്ന് കിട്ടും. എന്നാലേ ഇത് ഹോമോമോർഫിസം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. So phi is a homomorphism. So phi is a homomorphism. This is true for every k element of Z. This is true for every k element of Z. Every k element of Z. So there are infinite number of homomorphisms. So there are infinite number of homomorphisms from Z to Z. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഓർത്തിരിക്കണം. നിങ്ങൾ കെ എക്സ് എന്നൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും ഇത് ഓർത്തിരിക്കണം. പിന്നെ അടുത്ത ചോദ്യമായിട്ട് നമ്പർ ഓഫ് ഐസോമോർഫിസംസ് from Z to Z is option A 0, option B 1, option C 2, option D infinity. ഐസോമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്? 1:1 ഓൺ ടു ഹോമോമോർഫിസം ആയിരിക്കണം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ഉണ്ടെങ്കിലും അതെല്ലാം ഐസോമോർഫിസം ആയിരിക്കത്തില്ല. ആകെ രണ്ടെണ്ണേ വരത്തുള്ളൂ, phi x equal to എക്സും phi x equal to -x. കാരണം phi x equal to 2x ആണെങ്കിൽ ഒന്നിൻ്റെ ഇമേജ് എത്രയാ? 2 അല്ലേ, 2ൻ്റെ 4 അല്ലേ, 3ൻ്റെ 6 അല്ലേ.
5 ഏതിൻ്റെയെങ്കിലും ഇമേജ് ആയിട്ട് വരുമോ? 3 വരുമോ? ഓഡ് നമ്പർ ഒന്നും ഇമേജ് ആയിട്ട് വരികയില്ല, അതൊക്കെ ഓണ്ടും അല്ല. അപ്പോൾ അത് 3x എടുത്താലും ഇങ്ങനെ 3ൻ്റെ മൾട്ടിപ്പിൾ മാത്രം, 4x എടുത്താൽ 4ൻ്റെ മൾട്ടിപ്പിൾ മാത്രം ഇല്ലേ. എക്സ് ആണെങ്കിൽ എല്ലാം വരും, -x ആയാലും വരും, ഇപ്പോൾ 2 എണ്ണേ വരത്തുള്ളൂ. അത് ആൻസർ എഴുതിക്കുക. There are 2 അല്ല, അതിനു മുമ്പ് ഐസോമോർഫിസം എന്നാന്ന് എഴുതണേ. A 1-to-1 onto homomorphism, a 1-to-1 onto homomorphism, 1-to-1 onto homomorphism from the group G to the group G dash is called an isomorphism. Is called an isomorphism. Called an isomorphism. If there is an isomorphism, if there is an isomorphism from G to G dash, from G to G dash, then we say that G is isomorphic to G dash. G is isomorphic to G dash, and we write ഇങ്ങനെ എഴുതുന്നു, and we write ഇനി അടുത്ത ചോദ്യമായിട്ട്. അപ്പോൾ ആൻസർ എന്തായാലും അല്ല, ഇത് പറഞ്ഞില്ലല്ലോ അല്ലേ. അവിടെ ആൻസർ നമ്പർ ഓഫ് ഐസോമോർഫിസംസ് ഫ്രം Z to Z is 2. Number of isomorphisms from Z to Z is 2, and they are 1, 5x is equal to x, 2, 5x is equal to minus x. പിന്നെ ഇനിയും പറഞ്ഞ നേരത്തെ ക്ലാസ്സിൽ അങ്ങനെ എടുത്തു പറയാത്ത കാര്യമാണ്. Which of the following is not a homomorphism from Z to Z? Which of the following is not a homomorphism from Z to Z? 1, 5x is equal to 2x. 2 അല്ലെ ഓപ്ഷൻ എ. ഓപ്ഷൻ ബി 5x is equal to x square. ഓപ്ഷൻ സി 5x is equal to 3x. ഓപ്ഷൻ ഡി 5x is equal to x cube. അല്ല, അങ്ങനെ വരത്തില്ല. നോട്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഏതായിരിക്കും? ഇപ്പോൾ മുകളിൽ പറഞ്ഞു 5x equal to kx എന്നുള്ള ഫോമിലേ വരത്തുള്ളൂ. ആ ഫോമിൽ വരത്ത് ഇത് മാത്രമേ ഇല്ലേ ഉള്ളൂ, x square മാത്രമേ ഇല്ലേ ഉള്ളൂ. അതാണ് ആൻസർ. ആദ്യം മുമ്പത്തെ ചോദ്യത്തിലെ എല്ലാ ഹോമോമോർഫിസം 5x equal to kx എന്നുള്ള ഫോമിലേ വരത്തുള്ളൂ എന്ന് പ്രൂവ് ചെയ്തു നമ്മൾ. ആ ഫോമിൽ വരാത്തത് x square ഉള്ളൂ. പിന്നെ x cube അങ്ങനെയുള്ളതൊക്കെ ഹോമോമോർഫിസം ആകുകയില്ല. ഇവിടെ ഉള്ളത് x square ആണ്. പിന്നെ number of homomorphisms from
Z12 to Z30 is option A, option B, 2, option C, 6, option D, 1. അതിനൊരു ഫോർമുല ഉണ്ട്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇവിടെ പഠിപ്പിച്ചതാണ്. ZM ZNയിലേക്കുള്ള ഹോമോമോർഫിന്റെ എണ്ണം GCD-MN ആണ്. അപ്പോൾ 6 കിട്ടും. അത് റിസൾട്ടായിട്ട് എഴുതിക്കണം. റിസൾട്ട് നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ഫ്രം ZM to ZN equals GCD-MN. GCD-MN. ഇവിടെ ആൻസർ GCD 12, 30. അതായത് 6 കിട്ടും ഇല്ലേ? പിന്നെ അടുത്തത് നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ഫ്രം Z12 ഓൺ ടു അണ്ടർലൈൻ ചെയ്യണേ. തിരിച്ചാണ്. Z24 ആണ്. ഓൺ ടു Z12 is ZM ZNയിലേക്ക് ഓൺ ടു ഹോമോമോർഫിസം ഉണ്ടാകാനുള്ള കണ്ടീഷൻ എന്താണ്? നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓൺ ടു ഹോമോമോർഫിസം ഉണ്ടാകണമെങ്കിൽ നേരത്തെ പഠിപ്പിച്ചതാണ് ഞാൻ. ഇപ്പോൾ Z12 Z30 6 ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഓൺ ടു ഹോമോമോർഫിസം കാണുമോ? ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ഓർഡർ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 30ൻ്റെ മൾട്ടിപ്പിൾ അല്ല 12, അപ്പോൾ അങ്ങനെ വരത്തില്ല. ഇവിടെ 12 മൾട്ടിപ്പിളാണ് 24. അപ്പോൾ ഈ രണ്ടാമത്തെ 5 ആയിരിക്കും. 5 വാല്യൂ ഓയിലർ ഫംഗ്ഷൻ ഉണ്ടല്ലോ. ഈസ് ഓപ്ഷൻ എ ഓപ്ഷൻ 4, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, 6. അപ്പോൾ ഈ ആദ്യത്തെ ഓർഡർ രണ്ടാമത്തെ ഡിവൈസർ ആയിരിക്കണം. അല്ല, ഡിവൈസർ അല്ല, മൾട്ടിപ്പിൾ ആയിരിക്കണം. അന്നേരം ഇത് ZM ZNയിലാണെങ്കിൽ 5n ആയിരിക്കും. ഓൺ ടു ആകെ എണ്ണമാണ് ഈ GCD എന്ന് പറയുന്നത്. അപ്പം ഇഫ് റിസൾട്ടായിട്ട് എഴുതിക്കണം. ഇഫ് M ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n, then number of homomorphisms
ഫ്രം Zm on to Zn എന്ന് പറയുന്നത് phi n ആയിരിക്കും. അല്ലെങ്കിലോ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒന്നും കാണത്തില്ല. ഇഫ് m is not a multiple of n, then number of homomorphisms from Zm on to Zn equal to 0. ഒന്നും കാണത്തില്ല. ഇവിടെ 20 അല്ല 24 12ന്റെ മൾട്ടിപ്പിൾ അല്ലേ, അത് എഴുതണം. ഇതിൻ്റെ ആൻസർ 24 is a multiple of 12. So number of homomorphisms ശരിയല്ലേ? 24 is a multiple of 12. So number of homomorphisms from Z24 to Z12 equals on to Z12 equal to 512. 512 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 12 into 1 minus 1 by 2 into 1 minus 1 by 3 ഇല്ലേ? അതായത് 12 into half into 2 by 3. അപ്പോൾ 4 കിട്ടി. ആകെ ഹോമോമോർഫിസം ആണ് ചോദിച്ചെങ്കിൽ എത്രയായിരിക്കും? 6 ആയിരിക്കും. GCD 6 ആയിരിക്കും. പക്ഷെ എല്ലാം ഓൺ ടു ആയിരിക്കത്തില്ല. 6ൽ 4 ഓൺ ടു ആകത്തുള്ളൂ, ബാക്കി രണ്ടും ഓൺ ടു ആകത്തില്ല. നിങ്ങൾക്കും ഒരു റിവിഷൻ പോലെയാവും. ചിലതൊക്കെ നിങ്ങൾ മറന്നുപോയില്ലേ? ചിലതല്ല, ഭൂരിപക്ഷവും മറന്നുപോയി. നിസ്സാര കാര്യങ്ങളെ ഓർത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യമായിട്ട്, which of the following is a homomorphism from Z18 to Z30? Which of the following is a homomorphism from Z18 to Z30? ഏതാണ് ഹോമോമോർഫിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈസ് നോട്ട് എന്നാകുക. ഈസ് നോട്ട് എ നോട്ട് എ ഹോമോമോർഫിസം എന്നാകുക. ഈസ് നോട്ട് എ ഹോമോമോർഫിസം ഫ്രം Z18 to Z30. ഓപ്ഷൻ എ phi x is equal to remainder of ten x when divided by 30. Option B, phi x is equal to remainder of 20x when divided by 30. മൂന്നാമത്തത് phi x is equal to
റിമൈൻഡർ ഓഫ് 12x when divided by 30. നാലാമത്തേത് ys is equal to remainder of 25x when divided by 30. ഇതിലാകെ എത്ര ഹോമോവർസം ഉണ്ട്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 6 വരും ഇല്ലേ? 18 30 GCD 6 അതിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടു? അതും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങളെല്ലാം മറന്നുപോയി. ഓർക്കുന്നുണ്ടോ? GCD എത്രയാ ഇവിടെ? 6. ഇത് കേൾക്കുക, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ഓർഡർ 30 അല്ലേ? ആ 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണ് കിട്ടുന്നത്? 5. 5ന്റെ മൾട്ടിപ്പിൾ എല്ലാം 30 വരെ 0 ഉൾപ്പെടെ 0, 5, 10, 15, 20, 25 ഇങ്ങനെയാണ് 6 കിട്ടുന്നത്. ഇതല്ലാത്ത ഒന്നും ഹോമോവർസം അല്ല. അല്ലാത്ത ഏതാണ്? 5ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത 12 മാത്രമല്ലേ ഉള്ളൂ ഇവിടെ, അല്ലേ? അതാണ് ഹോമോവർസം അല്ലാത്തത്. അത് റിസൾട്ടായിട്ട് എഴുതിക്കണം. ഞാൻ നേരത്തെ പഠിപ്പിച്ചത് തന്നെ. If D equal to GCD Mn and K equal to N by D, ആ N-നെ ഇത് D കൊണ്ട് GCD കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Then the homomorphisms from Zm to Z on to അല്ല കേട്ടോ, 2 ആണ്. Zn R എന്തൊക്കെ വരും? ആദ്യത്തെ ട്രിവിയൽ ഹോമോമോർഫിസം 0, ട്രിവിയൽ ഹോമോമോർഫിസം എന്ന് പറയും. രണ്ടാമത്തേത് KX അല്ലേ? X is equal to remainder of Kx when divided by n. മൂന്നാമത്തേതോ റിമൈൻഡർ ഓഫ് 2kx എന്നാകുവേ. ലാസ്റ്റ് എന്ത് വരും? ആകെ 5n ഹോമോവർസാണ് ഉള്ളത് അല്ലേ? 5mn അല്ല, GCD Mn ആണോ ഉള്ളത് അല്ലേ? അപ്പോൾ ലാസ്റ്റ് എഴുതുമ്പോൾ D എന്നാണ് എഴുതണ്ടേ ഇല്ലേ? 5x ഈക്വൽ ടു x is equal to remainder of k minus 1 into x എന്നാണ്. അല്ല, k minus 1 അല്ല, n minus k. ഇപ്പോൾ n 30 ആകുമ്പോൾ k എത്രയാ? 5 അല്ല, k അല്ല, D 6 അല്ലേ? അപ്പോൾ അവസാനത്തെ വരുന്നത് 5, 10, 15, 20, 25. 25 അത് 30 5 കുറയ്ക്കുന്നതല്ലേ? അല്ലെങ്കിൽ 6 മൈനസ് 1 ഇൻറ്റു 5 എന്ന് വരും അല്ലേ? അതായത് n മൈനസ് k ഇൻറ്റു എക്സ് എന്ന് കിട്ടും അല്ലേ? ഇത്രയുമാണ്. ബാക്കിയൊന്നും ഹോമോവർസം ആവത്തില്ല. അത് ഈ സെൻറ്റൻസിൽ തന്നെ വ്യക്തമാണ്. ഒന്നാമത്തെ 5x = 0 അത് ട്രിവിയൽ. അതും കൂടെ കൂട്ടിയായി GCD Mn ഉണ്ടെന്ന് പറയുന്നത്. ആദ്യത്തേന് നമ്മൾ ട്രിവിയൽ ഹോമോവർസം എന്ന് പറയും. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ വരാത്തവർക്കും ഇനി ഈ ചോദ്യം വന്നാൽ എഴുതാൻ പറ്റും. വേറെ ഹോമോവർസത്തെ പറ്റി കാര്യമായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഇത് എഴുതാൻ പറ്റും. കാര്യമായിട്ടല്ല, ഒന്നും അറിയാൻ മേലെങ്കിലും എഴുതാം. ഇത് ഇങ്ങനെ വന്നാൽ എഴുതാൻ പറ്റും. ഹോമോവർസത്തിന്റെ സ്പെല്ലിംഗ് അറിയണമെന്ന് പോലും ഇല്ല. n മൈനസ് k ഇൻറ്റു എക്സ് അത്ര എഴുതിയില്ലേ? ഇനി ഈ ചോദ്യമായിട്ട് ബന്ധപ്പെടുത്തി 1 മണി ഈ ചോദ്യം കൊണ്ട് നിർത്താം. 12:59. ഇൻ ദിസ് പ്രോബ്ലം D എത്രയാണ്?
ജി സി ഡി 18 30 അല്ലേ, അതായത് 6 അല്ലേ. കെ എന്ന് പറയുന്നത് ഈ 30-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്രയാണ് കിട്ടുന്നത്? 5 അല്ലേ. മൾട്ടിപ്പിൾസ് ഓഫ് 5 ഇൻ Z30 ആർ 0 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്, 25 ഉണ്ട് അല്ലേ. So the homomorphisms from Z12 to Z18 അല്ലേ, Z18 to Z30 ആർ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് 5x = 0 അല്ലേ. രണ്ടാമത്തേതോ 5x = റിമൈൻഡർ ഓഫ് 5x അല്ലേ, when divided by 30. മൂന്നാമത്തേതോ 6 അല്ലേ ഉള്ളത്, അത് 6 എഴുതുകയാണെങ്കിൽ അത് 5-ന്റെ മൾട്ടിപ്പിൾ 10x അല്ലേ. പിന്നെ നാലാമത്തേതോ 10-ന് പകരം 15 വരും. അഞ്ചാമത്തേത് 15-ന് പകരം 20 വരും. ആറാമത്തേത് 25x എന്ന് കിട്ടും. ഇത് ശ്രദ്ധിക്കുക, n-k എന്നല്ലേ എഴുതിയേ. n 30, 30-ന്ന് 5 പോയാൽ എത്രയാ? അല്ല 6 പോയാൽ എത്രയാ? അല്ല 6 അല്ല 5 പോയാൽ 25 അല്ലേ. അല്ല, അത് വന്ന കാര്യമാണ് പറഞ്ഞത്, ശരിയാണോന്നേ. 30-ന്ന് 5 പോയാൽ 25x അതല്ലേ എഴുതിയിരിക്കുന്നു നമുക്ക്. n-k അല്ലേ, ശരിയാണെന്ന് കാണിക്കാനാണ് പറഞ്ഞത്. ഇതിനകത്ത് ഉൾപ്പെടാത്ത ഏതാ ഉള്ളത് ഓപ്ഷൻസിൽ? 12 അല്ലേ, ബാക്കിയെല്ലാം ഉണ്ട്. 10 ഇല്ല, അല്ല 5 എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ, ഒരെണ്ണം കുറവുണ്ടെന്നേ ഉള്ളൂ. ഒരെണ്ണം അല്ല, 2 എണ്ണം കുറവുണ്ട് അല്ലേ. 5 ഇല്ല, 20, 5 ഇല്ല, 5-ഉം 15-ഉം ഇല്ല, 0-യും ഇല്ല. ഇല്ലാത്തത് 12. ഇതാ ഓപ്ഷൻ നോക്കുമ്പോഴേ ഒരു 1/2 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, ഈ കാര്യം അറിയാമെങ്കിൽ. അല്ല, ഇത് ഓരോ ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും. അന്ന് പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം ഇല്ലേ. ഒരു 2 പേജ് പ്രൂഫുണ്ട് ഹോമോർഫിസമായിട്ടുള്ളതിന്. അല്ലാത്തതിന് എളുപ്പമാണ്, കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. ആണെന്ന് തെളിയിക്കാനേ പ്രൂഫ് വേണമല്ലോ, അത് നമ്മൾ തെളിയിച്ചിട്ടുണ്ടെന്ന്. ഏതാന്ന് തെളിയിച്ച് എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഇപ്പം ഏത് പ്രിൻസിപ്പിളാണ് ഉപയോഗിച്ചത്? ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചാണ് ചെയ്തത്. അതായത് എക്സും വൈയും 2 ഇൻറ്റിജർ എടുത്താൽ there exists integers q and n such that q and r such that a equal to bq plus r, where r 0 less than or equal to r less than n. അത് വെച്ചാണ് അത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇന്നുകൊണ്ട് തീരത്തൊന്നുമില്ല കേട്ടോ. ഓഫ് ചെയ്തു.